السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على خير الأنام من الأولين والآخرين الصادق الأمين سيدنا وشفيعنا محمد وعلى آله وأصحابه الأخيار. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ദീൻ ഇന്ന് ഈ കാണുന്ന വിധം ലോകമാസകലം വ്യാപിക്കാൻ കാരണവും ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സത്യദീൻ പ്രബോധനത്തിന്, ആ ദീനിന്റെ പ്രചാരണത്തിന് ഒരു വഴിത്തിരിവുണ്ടായതും തിരുനബിയുടെ മദീന ജീവിതത്തിലൂടെയാണ്. ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിനു വേണ്ടി തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത മദീനയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ആരംഭ നബി തങ്ങൾ ആ മദീനയിലേക്ക് ഹിജറ വന്ന് ആദ്യമായി പ്രവേശിച്ച ഖുബാ പ്രദേശത്ത് വെച്ച് അവിടെ പവിത്രമായ ഒരു പള്ളി സ്ഥാപിക്കുകയും ആ പള്ളി സ്ഥാപിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂല് വീണ്ടും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മദീനയിലേക്ക് തന്നെ സഞ്ചരിക്കുകയും മദീനയിലുണ്ടായിരുന്ന അൻസ്വാരികളായ സ്വഹാബി വര്യന്മാർ അള്ളാഹുവിൻ്റെ റസൂലിനെ അതിയായി സ്നേഹിച്ച് വരവേറ്റ് നബിയെ സ്വീകരിക്കുകയും ചെയ്ത സന്ദർഭം. തിരുനബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓരോ കുടുംബക്കാരും അവരുടെ വീടിനരികിൽ അള്ളാഹുവിൻ്റെ ഹബീബ് എത്തുമ്പോൾ അവരുടെ വീട്ടിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുമ്പോൾ, എന്റെ ഒട്ടകത്തെയും എന്റെ വാഹനത്തെയും നിങ്ങൾ ആരും തടഞ്ഞു വെക്കണ്ട, ഹല്ലു സബീലഹാ ഫഇന്നഹാ മഅ്മൂറ, അത് അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നതാണ്. എവിടെയാണോ അള്ളാഹു നിശ്ചയിച്ചതെങ്കിൽ അതേ സ്ഥലത്ത് അത് മുട്ടുകുത്തുമെന്ന് പറഞ്ഞ് അവരിൽ നിന്ന് എല്ലാവരിൽ നിന്നും മാറി അള്ളാഹുവിന്റെ റസൂല് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അള്ളാഹുവിന്റെ തിരു ഹബീബിന്റെ ഒട്ടകം ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്ന് മുട്ടുകുത്തുന്നത്. അവിടെ നിന്ന് വീണ്ടും ആ ഒട്ടകം എഴുന്നേറ്റ് ഒരൽപ്പദൂരം ചെന്നുകൊണ്ട് വീണ്ടും മുട്ടുകുത്തുകയാണ്. രണ്ടാമത് ആ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലമാണ് മഹാനായ അബു അയ്യൂബ് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ ചാരം. ആ വീട്ടിലാണ് അള്ളാഹുവിന്റെ റസൂല് താമസിച്ചത്. ഏതാണ്ട് നബി തങ്ങൾ വരുന്നതിന്റെ 1000 വർഷങ്ങൾക്ക് മുമ്പ് തുബ്ബ രാജാവ് മദീനയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുക്കി വെച്ചിരുന്ന ആ വീട്, ആ സ്ഥലത്തായിരുന്നു അള്ളാഹുവിന്റെ ഹബീബ് താമസിച്ചിരുന്നത്. ആരംഭ നബിയുടെ ഒട്ടകം അവിടെ നിന്ന് മുട്ടുകുത്തിയ രണ്ടാമത് മുട്ടുകുത്തിയ സ്ഥലത്ത് നിന്ന് വീണ്ടും ആദ്യം മുട്ടുകുത്തിയ അതേ സ്ഥലത്തേക്ക് തന്നെ മടങ്ങി വന്ന് അവിടെ മുട്ടുകുത്തിയിട്ട് പ്രത്യേകം ശബ്ദമുണ്ടാക്കുകയാണ്. ആ സ്ഥലത്താണ് പിന്നെ അള്ളാഹുവിന്റെ ഹബീബ് മദീനയിലെ മസ്ജിദുൻ നബവി പണിയുന്നത്. സഹ്ല് സുഹൈലി എന്ന് പറയുന്ന 2 കുട്ടികൾ, അസ്അദ് ബിൻ സുറാറ എന്നവരുടെ കീഴിൽ ജീവിച്ചിരുന്ന യതീമായ 2 കുട്ടികളുടെ സ്ഥലമായിരുന്നു അത്. ആരംഭ നബിതങ്ങൾ അവരിൽ നിന്ന് ആ സ്ഥലം വിലക്ക് വാങ്ങിയിട്ട് പള്ളിയുണ്ടാക്കാൻ പറ്റുന്ന പാകത്തിൽ എല്ലാവരും കൂടി ആ സ്ഥലത്ത് ഒരുക്കുകയാണ്. ആ സ്ഥലം ഒരുക്കിയതിന് ശേഷം അവിടെ പള്ളി നിർമ്മിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ ആഗ്രഹിക്കുന്നു. അവിടെ പള്ളി നിർമ്മിക്കുന്നു. എല്ലാവരും പല ഭാഗങ്ങളിൽ നിന്നും കല്ലുകൾ കൊണ്ടുവരുന്നു, ഈത്തപ്പന തടികൾ കൊണ്ടുവരുന്നു, ഈത്തപ്പനയുടെ ഓലകളും കൊണ്ടുവരുന്നു. അള്ളാഹുവിന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കല്ല് കൊണ്ടുവന്ന് ആ പവിത്രമായ മസ്ജിദുൻ നബവിക്ക് അടിത്തറ പാവുകയും ഒരു കല്ല് വെക്കുകയും ചെയ്തതിന് ശേഷം അവിടെ നിന്ന് പറഞ്ഞത്, അബൂബക്കറിൻ ഹജറൻ ഇലാ ജംബി ഹജരി, അബൂബക്കർ ഒരു കല്ല് കൊണ്ടുവന്ന് എന്റെ ഈ കല്ലിന്റെ അടുത്തായി, എന്റെ കല്ലിന്റെ ചാരത്തായി അദ്ദേഹത്തിന്റെ കല്ല് വെക്കട്ടെ എന്നാണ്. നബി തങ്ങൾ പറഞ്ഞതുപോലെ മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കല്ല് കൊണ്ടുവന്ന് നബി തങ്ങൾ വെച്ച കല്ലിന്റെ ചാരത്ത് വെക്കുന്നു. അവിടുന്ന് കൽപ്പിക്കുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കൊണ്ടുവരാൻ അബൂബക്കർ എന്നവരുടെ കല്ലിന്റെ സ്ഥാനത്ത് അതിന്റെ ചാരത്തായി അതിന്റെ അരികിലായി വെക്കാൻ പറയപ്പെട്ടതുപോലെ മഹാനവറുകളും ചെയ്യുന്നു. ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഊഴമാൻ അദ്ദേഹത്തിനോടും കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. ചില റിവായത്തുകളിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോടും കല്ല് കൊണ്ടുവരാൻ പറഞ്ഞെന്നും അദ്ദേഹം വെച്ചു എന്നും കാണാം. ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി കല്ല് വെക്കുകയും അതിന്റെ ചാരത്ത് സിദ്ദീഖ് എന്നവരും അടുത്ത് ഉമറുൽ ഫാറൂഖും ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അതിന്റെ ചാരത്തായി മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും ഇവരെല്ലാവരും കല്ല് വെച്ചുകൊണ്ടാണ് മദീനത്തെ പള്ളി സ്ഥാപിക്കുന്നത്. ആരംഭ നബിയുടെ ശേഷം ഖലീഫയായി വരുന്ന തന്റെ പിൻഗാമികളായി കാര്യം ഏറ്റെടുക്കുന്നവർ ഇവരായിരിക്കുമെന്നതിലേക്കൊരു സൂചന കൂടി അതിലുണ്ടായിരുന്നു. മദീനയിലെ അൻസ്വാരികളായ സ്വഹാബി വര്യന്മാരും മുഹാജിറുകളും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് പല ഭാഗത്തു നിന്നും കല്ലേറ്റിയിട്ടാ കൊണ്ടുവരുന്നത്.
ഓരോ ആളുകളും ഓരോരോ കല്ലേറ്റിക്കൊണ്ടുവരുന്ന സമയത്ത് മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹു കല്ല് കൊണ്ടുവരുന്നത് 2 എണ്ണമാണ്. 2 കല്ല് കൊണ്ടുവരുമ്പോ അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, എന്താണ് അമ്മാർ ഇത്? എല്ലാവരും ഒരു കല്ലാണല്ലോ കൊണ്ടുവരുന്നത്, ഒന്നെനിക്കും ഒന്ന് അങ്ങേക്കു പകരവുമാണ്. ഒന്നിന്റെ പ്രതിഫലം എനിക്ക് ലഭിക്കാനും ഒന്ന് ഞാൻ അങ്ങേക്ക് വേണ്ടിയാണ് ഈ കല്ല് കൊണ്ടുവരുന്നത്, അങ്ങയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് കല്ല് കൊണ്ടുവരുന്നത് എന്ന് ആരംഭ നബി തങ്ങളോട് മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹു പറയുമ്പോ പുന്നാര നബി തങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി അവിടെ വെച്ച് പറഞ്ഞതാണ്, ഇബ്നു സുമയ്യ ലിന്നാസി അജുർ വലക അജ്റാൻ. ഇബ്നു സുമയ്യ, നിങ്ങൾ ജനങ്ങളെല്ലാവരും ഒരു കല്ല് കൊണ്ടുവരുമ്പോ അതിന് പകരമായി അവർക്ക് അള്ളാഹു ഒരു പ്രതിഫലമാണ് നൽകുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. വആഖിറു സാദിക ശുർബത്തും മിൻ ലബൻ തഖ്തുലുകൽ ഫിഅത്തുൽ ബാഗിയ. ആരംഭ നബി തങ്ങൾ മദീനയിലേക്ക് വന്ന ഉടനെയാണ്, മദീനയിലെ പള്ളി സ്ഥാപിക്കുന്ന സമയത്താണ്, പള്ളിയിന് വേണ്ടി കല്ല് കൊണ്ടുവരുന്ന സമയത്താണ് പാവപ്പെട്ട അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ നോക്കിയിട്ട് മക്കയിൽ നിന്നും മുസ്ലിമായതിന്റെ പേരിൽ യജമാനനിൽ നിന്ന് ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്ന, തരണം ചെയ്യേണ്ടി വന്ന മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ആഖിറു സാദിക ശുർബത്തും മിൻ ലബൻ. നിങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നേരത്ത് അവസാനമായി നിങ്ങൾ ഭക്ഷിക്കുന്ന നിങ്ങളുടെ ഭക്ഷണത്തിന്റെ അവസാന ഭാഗം ഒരു തുള്ളി പാലായിരിക്കും, ഒരിറക്ക് പാലായിരിക്കും. തഖ്തുലുകൽ ഫിഅത്തുൽ ബാഗിയ. നിലവിലുള്ള ഭരണാധികാരിക്കെതിരെ അവർക്കെതിരെ വരുന്ന ഒരു വിഭാഗം ആളുകളായിരിക്കും നിങ്ങളെ കൊല്ലുക, അവർ നിങ്ങളെ കൊല്ലുമെന്ന് മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വെച്ച് പറയുകയാണ്. അദ്ദേഹം പറയുന്നു, പറയപ്പെട്ടതുപോലെ തന്നെയാണ്. ആരംഭ നബി തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞ് മഹാനായ സിദ്ദീഖ് എന്നവരുടെയും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെയും എല്ലാം ഭരണം, ഉസ്മാൻ എന്നവരുടെയും ഭരണം കഴിഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത്, ആ കാലത്ത് നടന്ന യുദ്ധത്തിൽ മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹു അലിയാരുടെ പാർട്ടിയിൽ നിൽക്കുകയാണ്. മുസ്ലിമീങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ പോരാട്ടത്തിൽ അലിയാരുടെ ഭാഗത്ത് മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹു നിൽക്കുമ്പോ അദ്ദേഹത്തിന് ആരോ കൊണ്ടുകൊടുത്ത ഒരു പാല് കുടിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഹാ സ്വദഖ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് പരമസത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണല്ലോ. ഞാൻ ഈ യുദ്ധത്തിൽ ഞാൻ ഇവിടെ വെച്ച് കൊല്ലപ്പെടുമെന്ന് മഹാനവറുകൾ പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ അന്ന് പറഞ്ഞ ആ വാക്യം ഓർത്തുകൊണ്ടാണ്. പറയപ്പെട്ടതുപോലെ അലിയാരുടെ പാർട്ടിയിലായി മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുകയാണ്. അമ്മാർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബി വര്യന്മാർ കല്ലുകളും ഈത്തപ്പന തടികളും കൊണ്ടുവന്ന് ആ കല്ല് വെച്ചുകൊണ്ട്, തൂണായി ഈത്തപ്പനയുടെ തടികൾ വെച്ചുകൊണ്ട്, മേൽക്കൂരയായി ഈത്തപ്പനയുടെ ഓലകൾ മേഞ്ഞുകൊണ്ടായിരുന്നു മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലെ മസ്ജിദുൻ നബവി അവിടെ നിന്ന് പണിതത്. ലോകത്ത് മസ്ജിദുൽ ഹറാം കഴിഞ്ഞാൽ ഏറ്റവും പുണ്യമുള്ള പള്ളി, ഏറ്റവും പുണ്യമുള്ള മസ്ജിദ്, ആ പുണ്യമായ മസ്ജിദ് അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പള്ളി സ്ഥാപിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഖുബായിൽ നിന്ന് അവിടെ താമസിച്ച് മടങ്ങി വരുമ്പോ മദീനയിലേക്ക് പ്രവേശിക്കുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. വെള്ളിയാഴ്ച ജുമയുടെ സമയത്ത് ബനൂ സാലിം ബിൻ ഔഫ് എന്ന ഗോത്രക്കാരുടെ വീടിനരികിലെത്തിയപ്പോ അവിടെ ഇറങ്ങിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അന്നത്തെ ജുമ നമസ്കരിച്ചത്. ആദ്യമായി മദീനയിലെത്തിയതിനു ശേഷം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യത്തെ ജുമ നമസ്കാരം അവിടെ വെച്ച് നിർവഹിക്കപ്പെടുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ അതിമനോഹരമായ സുന്ദരമായ അർത്ഥവത്തായ ഒരു ഖുതുബയും അവിടെ വെച്ച് നടത്തുകയും ആ ഖുതുബ പ്രസിദ്ധമായി ഇന്നും ലോകത്ത് ഉദ്ധരിക്കപ്പെട്ട് കാണുന്നുണ്ട്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി ജുമ നമസ്കരിച്ചതിന്റെ ശേഷം വീണ്ടും തന്റെ വാഹനപ്പുറത്ത് കയറിയായിരുന്നു സഞ്ചരിച്ചിരുന്നത്. ആ ഒട്ടകം സഞ്ചരിച്ച് എവിടെയാണോ മുട്ടുകുത്തിയതെങ്കിൽ അതേ സ്ഥലത്താണ് അള്ളാഹുവിന്റെ റസൂല് മദീനയിലെ മസ്ജിദുൻ നബവി പണിതത്. ആ മസ്ജിദുൻ നബവിയിൽ ആദ്യമായി പണിത സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന് മിമ്പർ ഉണ്ടായിരുന്നില്ല, ഖുതുബ നിർവഹിക്കാനുള്ള മിമ്പർ ഉണ്ടായിരുന്നില്ല. ഒരീത്തപ്പനത്തടി പണ്ടെന്നോ മുറിച്ചു മാറ്റപ്പെട്ടതിനാൽ ഉണങ്ങി ദ്രവിക്കാറായ ഒരീത്തപ്പനത്തടിയിൽ ചാരി നിന്നുകൊണ്ട് ഹബീബ് തങ്ങൾ ഖുതുബയോതിയിരുന്നത്. ആരംഭ നബി തങ്ങൾക്ക് വേണ്ടി പിന്നീട് ഒരു പുതിയ മിമ്പർ സ്ഥാപിക്കപ്പെട്ടു, 3 പടികളുള്ള പുത്തൻ മിമ്പർ. ആ മിമ്പറിലേക്ക് കയറിയിട്ട് ലോകത്തിന്റെ നേതാവ് ജനങ്ങളെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ട വിശുദ്ധമായ ഖുതുബ നിർവഹിക്കുന്ന സമയത്താണ് പള്ളിയുടെ പിന്നിൽ നിന്നും ഒരു കരച്ചിൽ കേട്ടിരുന്നത്. മറ്റാരുമായിരുന്നില്ല കരഞ്ഞിരുന്നത്, അള്ളാഹുവിന്റെ
അള്ളാഹുവിന്റെ റസൂല് ചാരി നിന്ന് ഖുത്ബയോതിയിരുന്ന, പണ്ടെന്നോ മുറിച്ചു മാറ്റപ്പെട്ടതിനാൽ ഉണങ്ങി ദ്രവിക്കാറായ ആ ഈത്തപ്പന തടിയാൻ ഏങ്ങലടിച്ച് കരഞ്ഞിരുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്ന് ആ ഈത്തപ്പന തടിയെ മാറോടണച്ചു പിടിച്ചുകൊണ്ട് നാളെ സ്വർഗത്തിൽ ഒരു ഈത്തപ്പനയായി ഹബീബിന്റെ സാമീപ്യം അതിന് വാഗ്ദാനം ചെയ്തപ്പോഴാണ് അതിന്റെ തേങ്ങലടങ്ങിയത്, അതിന്റെ കരച്ചിലടങ്ങിയത്. ആ പള്ളിയിൽ പിന്നീടായിരുന്നു മിമ്പർ സ്ഥാപിക്കപ്പെട്ടത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി അവിടെ വെച്ച് പള്ളിയുണ്ടാക്കുകയും അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ആരംഭ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും വഴി കാണിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് വഴികാട്ടിയായി വന്നിരുന്ന അബ്ദുല്ലാഹി ഇബ്നു അരീഖത്ത് എന്നയാൾ അദ്ദേഹം മടങ്ങിപ്പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂല് കൂടെ മഹാനായ അബൂ റാഫി റളിയല്ലാഹു അൻഹുവിനെയും സെയ്ദ് ഇബ്നു ഹാരിസത്ത് റളിയല്ലാഹു അൻഹുവിനെയും കൂടെ അയക്കുകയാണ് മക്കയിലേക്ക്. 500 വെള്ളി നാണയങ്ങളും നൽകിയിട്ട് നബിയുടെ കുടുംബത്തെ കൊണ്ടുവരാൻ. അവിടുത്തെ പുന്നാരമകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ അവരെ കൊണ്ടുവരാൻ. അവിടുത്തെ സഹധർമ്മിണികളായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയെയും സൗദ റളിയല്ലാഹു അൻഹയെയും കൊണ്ടുവരാൻ. അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന മഹദി ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായ ഉടനെ അള്ളാഹുവിന്റെ റസൂല് വിവാഹം ചെയ്തിരുന്നത് സൗദ റളിയല്ലാഹു അൻഹയായിരുന്നു. ശേഷം മക്കയിൽ വെച്ച് തന്നെ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രണ്ടുപേരും മക്കയിലാണ് ഉണ്ടായിരുന്നത്. ആ രണ്ടുപേരെയും കൊണ്ടുവരാൻ, ആയിഷ ബീവിയുടെ മാതാവിനെ കൊണ്ടുവരാൻ, സിദ്ദീഖ് എന്നവരുടെ കുടുംബത്തെ കൊണ്ടുവരാൻ അള്ളാഹുവിന്റെ ഹബീബ് ഈ രണ്ടുപേരെയും അബ്ദുല്ലാഹി ഇബ്നു അരീഖത്തിന്റെ കൂടെ പറഞ്ഞയക്കുകയാണ്. അദ്ദേഹം ചെന്നുകൊണ്ട് ആ രണ്ടുപേരും അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെയും കൂട്ടിയിട്ട് മദീനയിലേക്ക് ഹിജ്റയായി മടങ്ങി വരികയാണ്. അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി നിർമ്മിച്ചിരുന്ന ആ മദീനത്തെ പള്ളിയുടെ ചാരത്തായി അതിന്റെ ചുറ്റുമായി നബി തങ്ങൾക്ക് താമസിക്കാൻ വേണ്ട വീട്, അവിടുത്തെ കുടുംബത്തിന് താമസിക്കാൻ വേണ്ട ചെറിയ വീടുകളും ഉണ്ടാക്കിയിരുന്നു. മദീനത്തെ അൻസ്വാരികളാൽ, മക്കയിൽ നിന്ന് ഹിജ്റ വന്ന മുഹാജിറുകളാൽ അള്ളാഹുവിന്റെ റസൂൽ സന്തോഷത്തോടുകൂടെയാണ് മദീനയിൽ ജീവിക്കുന്നത്. മദീനയിൽ ഉണ്ടായിരുന്ന ആ സ്വഹാബി വര്യന്മാർ, അൻസ്വാരികൾ, അവരിലേക്ക് ഏതോ നാട്ടിൽ നിന്ന് കടന്നു വന്ന മുഹാജിറുകളായ സ്വഹാബി വര്യന്മാരെ വല്ലാത്ത സ്നേഹത്തോടുകൂടെ അവർ സ്വീകരിച്ചിരുന്നത്. പണം വേണ്ടവർക്ക് പണം നൽകി, സ്നേഹം വേണ്ടവർക്ക് സ്നേഹം നൽകി, എല്ലാം നൽകിയിട്ടാ സ്വീകരിച്ചത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്നോട് സഅദ് ബിൻ റബി എന്ന് പറയുന്ന അൻസാരിയായ സ്വഹാബി വര്യൻ പറഞ്ഞത്, ഉൻളുർ ശത്രുമാലി, എനിക്ക് ധാരാളം പണങ്ങളുണ്ട്, ഞാൻ നല്ല പണമുള്ളയാളാണ് മദീനയില്. എന്റെ മാലിന്റെ, എന്റെ മുതലിന്റെ പകുതി ഭാഗം നിങ്ങൾ നോക്കിയിട്ട് ഫഖുദ്, അത് നിങ്ങൾ എടുത്തോളൂ. വതഹ്തിംറഅതാൻ, എന്റെ കീഴിൽ 2 ഭാര്യമാരുണ്ട് എനിക്ക്, ഞാൻ ഇഷ്ടപ്പെടുന്ന 2 ഭാര്യമാർ. നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത്, നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയിട്ട് നിങ്ങളുടെ ഇണയാക്കി തരാൻ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ പെണ്ണിനെ നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഹിജ്റ വന്ന മുഹാജിറുകളോട് പറയുകയായിരുന്നു. ഇതായിരുന്നു അൻസാരികളുടെ സ്നേഹം. വിശുദ്ധ ഖുർആൻ പോലും ആ സ്നേഹം എടുത്തു പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസ്വസ, തങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും തങ്ങൾക്ക് ആവശ്യമുണ്ടായിരിക്കുന്ന സന്ദർഭത്തിൽ പോലും ആ ആവശ്യമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മുഹാജിറുകളായി നബി തങ്ങളോടൊപ്പം വന്ന മക്കയിൽ നിന്ന് വന്നിരുന്ന ആ സ്വഹാബി വര്യന്മാർക്ക് പണം നൽകിയവരാണവർ, സന്തോഷം നൽകിയവരാണവർ, ജീവിതത്തിന്റെ എല്ലാ വിഭവങ്ങളും നൽകിയ ആ അൻസ്വാരികൾ അവർ വിജയികളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത് ഈ അൻസ്വാരികളെയാണ് റളിയല്ലാഹു അൻഹു. വല്ലാത്ത സ്നേഹത്തോടുകൂടെയായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. മദീനയിലേക്ക് അഷ്റഫുൽ ഖൽഖ് തങ്ങളും മുഹാജിറുകളും കടന്നു വരുന്ന സമയം മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, വല്ലാത്ത ഒരു പനി മദീനയിൽ ഉണ്ടായിരുന്ന സമയമായിരുന്നു അത്. നല്ല ഒരു പനി, വ്യാപകമായ പനി, പ്രസിദ്ധമായ പനി, മദീനയിൽ പേര് കേട്ടിരുന്ന ഒരു പനി. ആ പനിയുടെ സമയത്താണ് ഞങ്ങൾ മദീനയിലേക്ക് വരുന്നത്. അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു ആ പനിയിൽ നിന്ന് കാത്തു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പനിച്ച് വിറച്ചിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു പനിച്ച് കിടന്നിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മൗലയായിരുന്ന ആമിർ എന്നവരും ഒരുപാട് ആളുകൾ പനിച്ചു കിടന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ അരികിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പിതാവിനോട് ചോദിക്കുന്നു, യാ അബത്, പിതാവേ എന്താണ് അവസ്ഥ?
ഈ പനിയുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോഴാ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് കുല്ലും ഇംറിഇൻ മുസബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ സിറാഖി നഅ്ലിഹി. ഇങ്ങനെ ഇതാ ഈ വീട്ടിൽ നിന്ന് ജീവിതം അങ്ങനെ ഓരോ ദിവസങ്ങളായി കഴിഞ്ഞു പോകുന്നു, മരണം ഇതാ വളരെ അടുത്തെത്തിയിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു ആ പനിയിൽ നിന്നൊരൽപ്പം മോചനം കിട്ടിയിട്ട് തന്റെ തലയൊന്ന് ഉയർത്താൻ പറ്റുമ്പോ, തനിക്കൊന്ന് ശബ്ദിക്കാൻ പറ്റുന്ന സമയത്ത് അദ്ദേഹം പാടുന്നത് പണ്ടാരോ പാടിവെച്ച കവിതയാണ്. പണ്ടാരോ ചൊല്ലിവെച്ച കവിത എടുത്തുകൊണ്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് ചൊല്ലുകയാണ്. അലാ ലൈത ശിഅരി ഹൽ ലബീതൻ ലൈലതൻ ബിവാദിൻ വഹൗലി ഇദ്ഖിറും വജലീലു വഹൽ ആരിദൻ യൗമൻ മിയഹാ മജിന്നതി വഹൽ യബ്ദു വല്ലി ശാമത്തുൻ വതുഫീലു. മക്കയെ ഇദ്ദേഹം ഓർക്കുകയാണ്, മക്കയിലെ ജീവിതങ്ങൾ ഓർത്തുപോവുകയാണ്. ആ മക്കയിലേക്ക് എനിക്കൊന്നെത്താൻ കഴിയുമോ? മജിന്ന എന്ന ആ സൂക്കിലേക്ക്, ആ അങ്ങാടിയിലേക്ക്, ആ മാർക്കറ്റിലേക്ക്, അവിടെ ഇനി എനിക്ക് എത്താൻ പറ്റുമോ? മക്കയിലുണ്ടായിരുന്ന 2 പർവ്വതങ്ങൾ, ആ പർവ്വതങ്ങളുടെ ചാരത്തെത്താൻ പറ്റുമോ? എന്തൊരു സുഖമായിരുന്നു അത്, വല്ലാത്ത സന്തോഷമുള്ള ജീവിതമായിരുന്നല്ലോ അത്. അവിടേക്ക് ഇനി എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇദ്ദേഹം പിന്നീട് പറയുന്നത് അല്ലാഹുമ്മ അൻ ശൈബത ബിൻ റബിയ വഉത്ബത ബിൻ റബിയ വഉമയ്യത ബിൻ ഖലഫ്. അല്ലാഹുവേ, ശൈബയെ നീ ശപിക്കണേ, നിന്റെ നാശം അവർക്കുണ്ടാവട്ടെ. ഉമയ്യത്ത് ബിൻ ഖലഫിനെ നീ നശിപ്പിക്കണേ, ഉത്ബയെ നീ നശിപ്പിക്കണേ. കമാ അഖ്റജൂനാ മിൻ അർളിനാ ഇലാ അർളിൽ വബാ. ഈ വബായിന്റെ, ഈ മാരിയുടെ, ഈ പനി പിടിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്ന ഈ നാട്ടിലേക്ക് ഞങ്ങളെ നാടുകടത്തിയതിനു പകരം നീ അവരെ നശിപ്പിക്കണേ, അവരെ നീ ശപിക്കണേ, നിന്റെ ശാപം അവർക്കുണ്ടാവണേ എന്ന് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാ. ഇതൊക്കെയും അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് പനിയുടെ കടുപ്പം കാരണം അവരെന്താണ് പറയുന്നതെന്ന് അവർക്ക് പോലും തിരിയാതെ പറഞ്ഞു പോവുകയാ. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാ അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കമാ ഹബ്ബബ്ത ഇലൈനാ മക്ക. അല്ലാഹുവേ, ഈ മദീന എന്ന നാടിനെ ഞങ്ങൾക്ക് നീ പ്രിയമുള്ളതാക്കി മാറ്റണമേ. ഞങ്ങൾ ഇഷ്ടപ്പെട്ട നാട് മക്കയാണ്, ഞങ്ങൾ ജനിച്ചു വളർന്ന നാട്, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാട്. ആ മക്കയെ ഞങ്ങൾ എത്ര സ്നേഹിക്കുന്നുവോ, ഞങ്ങൾ എങ്ങനെ ഇഷ്ടപ്പെടുന്നുവോ, അതേ രീതിയിൽ ഈ മദീനയെ കാണാൻ, മദീനയെ സ്നേഹിക്കാൻ, മദീനയെ പ്രിയമുള്ളതാക്കി മാറ്റാൻ നീ ഞങ്ങളെ തുണക്കണേ. ഔ അശദ്ദ ഹുബ്ബൻ മിൻഹ, അല്ലെങ്കിൽ മക്കയേക്കാൾ നല്ല രീതിയിൽ സ്നേഹിക്കാൻ ഈ മദീനയെ നീ ഞങ്ങൾക്ക് ഒരുക്കി തരണേ. അല്ലാഹുമ്മ ബാരിക് ഫീ മുദ്ദിഹാ വസാഇഹാ, ഇവിടുത്തെ ഭക്ഷണത്തിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പ്രത്യേകമായി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മൻഖുൽ വബാഹ ഇലാ ജഹ്ഫ, അല്ലാഹുമ്മൻഖുൽ വബാഹ ഇലാ മഹ്യ. അല്ലാഹുവേ, ഈ മദീനയിലെ ഈ രോഗത്തെ നീ ജുഹ്ഫയിലേക്ക്, മഹ്യയിലേക്ക് നീ നീക്കണേ, ഇവിടെ നിന്ന് നീക്കണേ എന്ന് ആരംഭ നബി തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് പറഞ്ഞു ഇന്നി റഅയ്തു ഇംറഅത്തൻ സൗദാ സായിറത്തർ റഅസ്. ഈ മദീനയിൽ നിന്ന് ഒരു കറുത്ത പെണ്ണ്, മുടിയെല്ലാം പറിച്ചിട്ടുകൊണ്ട് ഒരു കറുത്ത പെണ്ണ് ഇവിടെ നിന്നും ഇറങ്ങി ഓടിയിട്ട് ആ മഹ്യയില് ജുഹ്ഫയിൽ പോയി നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാഹ് എന്റെ പ്രാർത്ഥന സ്വീകരിച്ചെന്നാണ്. ഈ മദീനയിലെ വബാ, ഈ രോഗം, ഈ പ്രയാസപ്പെടുത്തുന്ന, അപകടപ്പെടുത്തുന്ന ഈ രോഗം മദീനയിൽ നിന്ന് മാറിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആരംഭ നബി തങ്ങളും അവിടത്തോടൊപ്പം വന്ന മുഹാജിറുകളും അവരെ സ്വീകരിച്ചിരുന്ന അൻസ്വാരികളോടൊന്നിച്ച് നല്ല സന്തോഷത്തോടുകൂടെയാണ് ജീവിക്കുന്നത്, നല്ല ആഹ്ലാദത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ. മക്കയിലുണ്ടായിരുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും എല്ലാം ഒരറുതി വന്നുകൊണ്ട് സമാധാനത്തോടുകൂടെയാ ജീവിക്കുന്നത്. മദീനയിൽ ഉണ്ടായിരുന്നത് ഔസ് ഖസ്റജ് എന്ന് പറയുന്ന ഈ 2 വിഭാഗം അൻസ്വാരികൾ, അവരെ പോലെ അവർക്ക് മുമ്പേ മദീനയിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗമാണ് ജൂതന്മാരെന്ന് പറയുന്നത്. മദീനയിൽ ഉണ്ടായിരുന്നവർ ജൂതന്മാരായിരുന്നു. ബനു കൈനുകാ, ബനു നളീർ, ബനു ഖുറൈള തുടങ്ങിയ ജൂതന്മാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ ജൂതന്മാരുമായി ഒരു സത്യ കരാറിൽ ഏർപ്പെട്ടുകൊണ്ടായിരുന്നു ഔസ് ഖസ്റജ് വിഭാഗങ്ങൾ ജീവിച്ചിരുന്നത്. ഈ ജൂതന്മാർ വേദക്കാരാണെന്ന് മനസ്സിലാക്കി, അമ്പിയാക്കളുടെയും പ്രവാചകന്മാരുടെയും പിന്തലമുറക്കാരാണ്, അവരിൽ നിന്ന് വിവരം പഠിച്ചവരാണെന്ന് മനസ്സിലാക്കി ജൂതന്മാർക്ക് ചില സ്ഥാനങ്ങളും അവർ കൽപ്പിച്ചിരുന്നു. അവരെ നല്ല രീതിയിൽ കണ്ടിരുന്നു. പലപ്പോഴും സംഘടനകളും പ്രയാസങ്ങളും ഒക്കെയും ഔസ് ഖസ്റജ് എന്നവർക്കിടയിലും ജൂതന്മാർക്കിടയിൽ ഉണ്ടാവാറുണ്ടായിരുന്നെങ്കിലും ഔസ് ഖസ്റജ് എന്ന വിഭാഗം ജൂതന്മാരെ വേദപണ്ഡിതന്മാരെന്ന നിലയിൽ കണ്ടിരുന്നു. പക്ഷേ അവർക്കിടയിലേക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നപ്പോ
അള്ളാഹു വേദം നൽകി ആദരിച്ചിരുന്ന ആ ജൂതന്മാർ അസൂയയുടെ പേരിൽ, അഹങ്കാരത്തിന്റെ പേരിൽ, അവരുടെ കിബിറിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കാതെ മാറി നിന്നപ്പോ മുശ്രിക്കുകളായിരുന്ന, ബിംബത്തെ ആരാധിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഈ ഔസ് ഖസറജി എന്ന വിഭാഗത്തിനാണ് അള്ളാഹു ഈമാൻ നൽകി, ഇസ്ലാം നൽകി അള്ളാഹു ആദരിച്ചത്. ഏതാനും ജൂതന്മാർ ഇസ്ലാമിലേക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കി, അവരുടെ വേദത്തിൽ പറയപ്പെട്ട നബിയാണെന്ന് മനസ്സിലാക്കി, നബിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരിൽ പ്രമുഖനായിരുന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, നബി തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ നബിയെ കണ്ടു, ഞാൻ മാറി നിന്നു. പല ആളുകളും മാറി നിന്ന കൂട്ടത്തിൽ ഞാൻ മാറി നിന്നു. ദൂരെ നിന്ന് വീക്ഷിച്ചപ്പോ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം നോക്കിയപ്പോ, അവിടുത്തെ ശരീരം നോക്കിയപ്പോ എനിക്ക് നബിയിൽ ആകർഷത തോന്നിയിട്ട് ഞാൻ ആ നബിയെ തന്നെ നോക്കി നിൽക്കുമ്പോ ആദ്യമായി ഞാൻ കേൾക്കുന്നത് യാ അയ്യുഹന്നാസ് അഫ്ശുസ്സലാം വസിലുൽ അർഹാം വസല്ലു വന്നാസു നിയാം, ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഉപദേശിക്കുന്നത് കുടുംബബന്ധം ചേർക്കണേ എന്നാണ്. സലാം വ്യാപിപ്പിക്കണേ, നിങ്ങൾ എല്ലാവരോടും സലാം പറയണം, കുടുംബബന്ധം ചേർക്കണം, ജനങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങൾ നമസ്കരിക്കണം എന്ന കൽപ്പനയാണ് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ആദ്യമായി ഞാൻ കേട്ടത്. ഇത് കേൾക്കുമ്പോ ഞാൻ മനസ്സിലാക്കി അള്ളാഹുവിന്റെ റസൂല് സത്യമാണ്, ഞാൻ പഠിച്ച വേദത്തിൽ പഠിച്ച പ്രവാചകർ തന്നെയാണ്, അന്ത്യപ്രവാചകരാണെന്ന് ഞാൻ മനസ്സിലാക്കി അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ചെന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്ന് ഞാൻ വിശ്വസിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബേ, ഞങ്ങളുടെ ജൂതന്മാർ, മദീനയിലുള്ള ജൂതന്മാർ അങ്ങ് സത്യമാണെന്ന് അവർക്കറിയാം, അങ്ങ് അവരുടെ അരികിലേക്ക് ചെന്ന് അവരെ ദീനിലേക്ക് ക്ഷണിക്കണം, എന്നിട്ട് എന്നെ കുറിച്ച് അവരോട് ചോദിക്കണം, ഞാൻ ആരാണെന്ന് അവരോട് ചോദിക്കണം. ഞാൻ വിശ്വസിച്ചു എന്നവർ അറിയുന്നതിന്റെ മുമ്പ്, ഞാൻ വിശ്വസിച്ചു എന്നവർ അറിഞ്ഞാൽ അവരെന്നെ കള്ളനാണെന്ന് പറയും. ഞാൻ വിശ്വസിച്ചു എന്ന വിവരം അവരറിയാതെ അങ്ങ് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കൂ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുമ്പോ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ മദീനയിലെ ജൂതന്മാരെ വിളിച്ചുകൊണ്ട് അവരോട് പറയുന്നത്, ഞാൻ സത്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, തഅലമൂന അന്നി റസൂലുള്ളാഹി ഹഖ വ അന്നി ജിഅ്തുകും ബിഹഖ്, ഞാൻ സത്യമാണ്, അള്ളാഹുവിന്റെ ദൂതനാണ്, ഞാൻ റസൂലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ നിങ്ങളുടെ വേദത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടില്ലേ എന്നവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് മാ നഅലമു, ഞങ്ങൾക്കതറിയില്ല. വീണ്ടും അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, 3 തവണ അവർ പറയുന്നു ഞങ്ങൾക്കറിയില്ല എന്ന്. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ അവരോട് ചോദിക്കുന്നത്, ഫഅയ്യു റജുലിൻ ഫീകും അബ്ദുല്ലാഹി ഇബ്നു സലാം, അബ്ദുല്ലാഹി ഇബ്നു സലാം നിങ്ങളിൽ ആരാണ്, എന്താണ് അദ്ദേഹത്തിന്റെ സ്ഥാനം, നിങ്ങൾ അദ്ദേഹത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ആരംഭ നബി തങ്ങളോട് അവർ പറയുന്നത്, അഅലമുനാ വബ്നു അഅലമിനാ അർഷദുനാ വബ്നു അർഷദിനാ, ഞങ്ങളിൽ ഏറ്റവും യോഗ്യനായ ആളല്ലേ, നല്ല മുന്തിയ ആളല്ലേ, നല്ല കാഴ്ചപ്പാടുള്ളയാളാണ്, ഏറ്റവും വിവരമുള്ളയാളാണ്, വിവരമുള്ളയാളുടെ മകനാണ്, സയ്യിദുനാ വബ്നു സയ്യിദിനാ, ഞങ്ങളുടെ നേതാവാണ്, നേതാവിന്റെ മകനാണ്. ആരംഭ നബി തങ്ങൾ അവരോട് ചോദിക്കുന്നു, എങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു സലാം വിശ്വസിച്ചാൽ നിങ്ങൾ എന്തു പറയുന്നു, നിങ്ങളും വിശ്വസിക്കുമോ? ഹാശാ ലില്ലാഹ് മാ കാന ലിയുസ്ലിം, അബ്ദുല്ലാഹി ഇബ്നു സലാമോ അവരൊരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. ആരംഭ നബി തങ്ങൾ വീണ്ടും ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു സലാം വിശ്വസിച്ചാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവരുടെ മറുപടി അത് തന്നെയാ, അദ്ദേഹം ഒരിക്കലും വിശ്വസിക്കില്ല. വീണ്ടും ചോദിക്കുന്നു. 3 തവണ അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചതിന് ശേഷമാ അള്ളാഹുവിന്റെ റസൂല് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, ഉഖ്റുജു ഇലൈഹിം, അബ്ദുല്ലാഹി ഇബ്നു സലാം ഇവരിലേക്ക് വരൂ എന്ന്. അദ്ദേഹം മറയുടെ അപ്പുറത്ത് നിന്ന് ജൂതന്മാരുടെ മുമ്പിലേക്ക് വന്ന് അവരോട് പറയുന്നത്, നിങ്ങൾക്കറിയാമല്ലോ, അല്ല നമുക്കെല്ലാവർക്കും അറിയാം, ഈ വന്നിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യസന്ധനാണ്, അള്ളാഹുവിന്റെ റസൂലാണ്, നമ്മുടെ വേദത്തിൽ പരിചയപ്പെടുത്ത നബിയാണ്, നമ്മളെല്ലാവരും പഠിച്ചവരാണല്ലോ എന്ന് പറയുമ്പോ കദബ്ത, നീ പറഞ്ഞത് കളവാണ്, നീ കള്ളമാണ് പറഞ്ഞത്. ശർറുനാ വബ്നു ശർരിനാ, ഞങ്ങളിൽ ഏറ്റവും നാശകാരിയാണെന്ന്, നാശകാരിയുടെ മകനാണ് നീ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വെച്ച് ജൂതന്മാർ അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ കുറിച്ച് പറഞ്ഞു എന്നാണ്. ആ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഏതാനും പ്രമുഖരായ ആളുകൾ ആദ്യമേ ജൂതന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. ആ മദീനയിൽ ഉണ്ടായിരുന്ന, ആദ്യമേ വസിച്ചിരുന്ന ആ ജൂതന്മാരോട് ആരംഭ നബി തങ്ങൾ മദീനയിൽ എത്തിയ ഉടനെ ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. അവരുമായി ഒരു കരാറിൽ ഏർപ്പെട്ടുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ മദീനയിൽ ജീവിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വിവരിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.